Watch India's largest kids library only on Jio Hotstar. Download the app now. പത്ലു വരൂ, പോയിട്ട് നമുക്ക് നല്ല ചൂടുള്ള സമൂസ കഴിക്കാമേ. പോകാം. അതേ മോട്ടു, സമോസ കഴിക്കാൻ എന്തിനാ ഇത്രയും ധൃതി? രക്ഷിക്കണേ. എന്റെ അമ്മ മോട്ടോ, താൻ എന്തായി കാണിക്കുന്നത്? ഒന്ന് ബ്രേക്ക് അടിക്കണോ? എന്റെ അമ്മ മോട്ടോ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. മോട്ടു, താഴെ നോക്കി നടക്കണ്ടേ? ഇപ്പൊ കണ്ടില്ലേ എങ്ങനെ പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന്? അതെ ഡോക്ടർ സാറേ, നിങ്ങൾ പറയുന്നത് വളരെ ശരിയാണ്. ഞാൻ ഇനി എന്റെ ജീവിതത്തിൽ വളരെ ശ്രദ്ധിച്ചേ നടക്കൂ. അതെ സാറേ. ഇപ്പൊ വരാൻ പോണതാണ്ടാ ജിലേബി. ഇപ്പൊ അടിപൊളിയാകാൻ പോകുന്നു. ഇന്ന് മോട്ടു എന്റെ കയ്യിൽ കുടുങ്ങിയടാ. മകനെ മോട്ടു, നീ വീണത് കൊണ്ട് നിനക്ക് പരിക്ക് പറ്റിയല്ലേ? മഹാരാജാവേ, ബാബാജി, നിങ്ങൾ ആപത് ബാന്ധവനാണ്. കണ്ടില്ലേ ഞാൻ എങ്ങനെ വീണതെന്ന്? താഴെ നോക്ക് മകനെ, താഴെ നോക്ക്. മേലെ നോക്കി നടക്കുന്നത് നിനക്ക് നല്ലതിനല്ല. നിന്റെ മേലെ തിങ്കളുണ്ട്, തിങ്കളിന് പിന്നെ ചൊവ്വ, ചൊവ്വയുടെ പിന്നെ ബുധൻ, ബുധന്റെ മേലെ വ്യാഴൻ, അതിന് പിന്നെ വെള്ളി, വെള്ളിക്ക് മേലെ ശനി, അതിന് പിന്നെ രാഹു, കേതു, എല്ലാം നിന്റെ മേലെയുണ്ട്. അതെ മഹാരാജാവേ, മനസ്സിലായി മനസ്സിലായി മഹാരാജാവേ. മോട്ടു, ഞാൻ പറഞ്ഞില്ലേ മകനെ, മേലെ നോക്കാൻ പാടില്ല, താഴെ നോക്കി നടക്കണം. താഴെ നോക്കി നടക്ക്. എന്തെന്ന് വെച്ചാൽ നിനക്ക് ഒരു കൊല്ലത്തിന്. എന്താ മഹാരാജാവേ, എന്താണത്? ഞാൻ പറഞ്ഞല്ലോ നിനക്ക് മേലെ അതെ മഹാരാജാവേ, നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ മുകളിൽ ചൊവ്വയാണ്, ചൊവ്വയ്ക്ക് മുകളിൽ ബുധൻ, ബുധന് മുകളിലാണെങ്കിൽ വ്യാഴം, വ്യാഴത്തിന് മുകളിൽ കേതു, എന്നിട്ട് കുണ്ടലി എന്നെയും കൊണ്ടേ പോകൂ. നല്ലത് മോനെ, നല്ലത്. നീ വളരെ ബുദ്ധിമാനാണ്. ഇതൊക്കെ കണ്ടും കേട്ടറിഞ്ഞ് നടക്കാൻ നോക്ക്. താഴെ നോക്കി നടക്കണം. വളരെ നന്ദി മഹാരാജാവേ. താങ്ക് യു ബാബാജി. ഇനി ഞാൻ എന്നും താഴെ നോക്കി മാത്രമേ നടക്കൂ. താഴെ. ഇനിയാണ് തമാശ. പോകൂ, പോയി ഗ്ലൗസ് ഒളിച്ചു വെച്ചിട്ട് വരൂ. പിന്നെ ഇപ്പോ ബോക്സർ ചേട്ടൻ മോട്ടു പത്ലുവിന്റെ ഒപ്പം ബോക്സിംഗ് ചെയ്യും. ഇപ്പൊ തന്നെ. യെസ് ബോസ്. മോട്ടു, താഴെ നോക്കി എന്തിനാ നടക്കുന്നത്? മേളിൽ നോക്കി നടന്നോന്നേ. മോട്ടു. ഇല്ല, ഞാൻ എപ്പോഴും താഴെ നോക്കിയേ നടക്കൂ. അതെ മോട്ടു, മേളിൽ നോക്കി നടന്നാ മതി. ആവശ്യമില്ലാതെ ഈ സ്വാമിമാര് പറയുന്ന കാര്യങ്ങളിലൊന്നും ഒരു വിശ്വാസം വെക്കണ്ട. എന്താ ബോക്സർ ചേട്ടാ, എന്തെങ്കിലും തരികയാണോ? എന്റെ ഗ്ലൗസ് കാണുന്നില്ല, ഞാനത് എവിടെയാണ് കൊണ്ടുവച്ചെന്നുള്ള കാര്യം ഓർക്കുന്നില്ല. ബോക്സർ ചേട്ടാ, നിങ്ങളുടെ ഗ്ലൗസ് മോട്ടു കൊണ്ടുപോയി കളഞ്ഞു. അതുകൊണ്ടാണ് അവൻ തല കുനിഞ്ഞു നടക്കുന്നത്. അത് കണ്ടില്ലേ? എന്തെന്ന് വെച്ചാൽ അവനറിയാം ഈ കാര്യം നിങ്ങൾക്ക് അറിഞ്ഞാൽ നിങ്ങൾ അവനെ വെറുതെ വിടില്ലെന്ന്. അപ്പൊ അതാണ് കാര്യമല്ലേ? അവന്റെ കാര്യം ഞാൻ ഇപ്പൊ തന്നെ ശരിയാക്കി തരാം. എടാ മോട്ടു, നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല. അവിടെ നിക്കണ മോട്ടു. മോട്ടു, നീ ചെയ്യുന്നത് ഒരു കാര്യം പറയൂ, നീ എന്റെ ഗ്ലൗസ് എടുത്തുകൊണ്ട് പോയി നശിപ്പിച്ചോ? സത്യം പറഞ്ഞോ? ഇല്ല, നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല. അതെ മോട്ടു, നീ കാരണം എനിക്ക് അടി കിട്ടുകയാണ്. എന്താണ് കാര്യം പറയും മോട്ടു. സത്യത്തിൽ എനിക്കൊന്നും അറിഞ്ഞൂടാ. ഈ ഗ്ലൗസിന്റെ സംഭവം എന്താണ്? ഞാൻ മേലോട്ട് നോക്കാറില്ലല്ലോ. കാരണം തിങ്കളുടെ മുകളിൽ ചൊവ്വയുണ്ട്, ചൊവ്വയ്ക്ക് മുകളിൽ ബുധനുണ്ട്, ബുധന് മുകളിൽ വ്യാഴമുണ്ട്. അതേ മതിയാകും മോട്ടു, ഇത് എന്തൊക്കെയാണ് നീ പറയുന്നത്? ശരി, നമുക്ക് താഴെ പോയി കാര്യം എന്താന്ന് അറിഞ്ഞിട്ട് വരാം. ഇപ്പോഴാണ് ജോണാകാൻ പോകുന്ന ഡോൺ. മോട്ടു, തിങ്കളുടെ ബുധന്റെ കാര്യമൊക്കെ വിട്ടിട്ട് നീ സമാധാനായിട്ടിരുന്ന സമോസകൾ കഴിക്ക്. ഞാൻ പോയി കുറച്ച് സാധനങ്ങൾ മേടിച്ചു കൊണ്ടുവരാം. ആ ജോണിനെ പിടിക്കേ, അവൻ മോഷ്ടിച്ച് രക്ഷപ്പെട്ട് കളഞ്ഞു. ഞാൻ ഇപ്പൊ തന്നെ പിടിക്കാം ചിങ്ങം സാറേ. മോട്ടു, എവിടെയാണ് ജോണി? നീ എവിടെയാണ്? എന്റെ അമ്മോ മോട്ടോ, നീ ഒന്ന് മുകളിലേക്ക് നോക്കിയിട്ട് ഓട്. സോറി
ചിങ്കം സാറേ, കള്ളൻ എനിക്ക് കാണാൻ പറ്റുന്നില്ല. എടോ, താഴെ നോക്കിയിട്ട് എന്താണ് പ്രയോജനം? മുകളിലേക്ക് നോക്കിയാൽ ഓടേണ്ടത്. വിട്ടേ. എന്റെ ചിങ്കം സാറേ, നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാന്ന് പറഞ്ഞില്ലേ? തിങ്കളുടെ മുകളിൽ ചൊവ്വയുണ്ട്, ചൊവ്വയ്ക്ക് മുകളിൽ ബുധനുണ്ട്, ബുധന് മുകളിൽ ശുക്രനുണ്ട്. മിണ്ടല്ലേ. ഈ വക വൃത്തികെട്ട വർത്താനൊന്നും എന്നോട് പറയല്ലേ. എനിക്കിതൊന്നും അറിയേണ്ട കാര്യമില്ല. താൻ മുകളിലേക്ക് നോക്കിയിരുന്നുവെങ്കിൽ അവനെ പിടിക്കാൻ സാധിച്ചിട്ടുണ്ടാവും. അതെ, തീർച്ചയായും. ഞാൻ നിന്നിരുന്നെങ്കിൽ അവനെ കണ്ടേനെ. ഇനി തൊട്ട് ഞാൻ എന്നും അത് ആലോചിച്ചോളാം. ചിങ്കം സാറേ, സോറി. ചേട്ടാ മോട്ടു, എന്റെ ചങ്കേന്റെ ബ്രോ, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ആ ബാബ നിന്നോട് വെറുതെ പറഞ്ഞതാണ്. തിങ്കളുടെ മേലെ ചൊവ്വ, ചൊവ്വയുടെ മേലെ ബുധൻ, ബുധന്റെ മേലെ വ്യാഴൻ, വെള്ളി, ശനി എന്ന് ഞാൻ തന്നെ കൺഫ്യൂസ് ആയിരിക്കുക. ഡോക്ടർ സാർ, തിങ്കളുടെ മുകളിൽ ബുധനല്ല, സോറി, തിങ്കളുടെ മുകളിൽ ശനിയല്ല, ശനിയുടെ മുകളിൽ ബുധൻ, ശുക്രന്റെ മുകളിൽ ശനി. ഇതാണ് റൈറ്റ് വേ. ദയവായി ഇങ്ങനെ സംസാരിക്കുന്നത് നിർത്തും മോട്ടു. നീ പറയുന്ന പോലെ ഒന്നുമില്ല. നല്ല പോലെ കുടുങ്ങിയല്ലോ. ചേട്ടാ എന്റെ ചങ്കേന്റെ ബ്രോ മോട്ടു, നീ വേണമെങ്കിൽ ആ ഗേറ്റ് വരെ പോയി നടന്നിട്ട് വന്ന് കാണിക്ക്. നിനക്ക് നേരെ നോക്കി നടന്നു നോക്കാലോ. പേടിയില്ലാതെ ഒന്നുമില്ല. എങ്കിലും നിങ്ങൾ പറയുന്നത് കൊണ്ട് ഞാൻ ഒരു കൈ നോക്കാം. പോ മോട്ടു. പോയിക്കോളൂ മോട്ടു. നേരെ നോക്കി നടന്നാ മതി. ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റ് റൈറ്റ്. പറഞ്ഞതല്ലേ, തിങ്കളുടെ മുകളിൽ ചൊവ്വ, ചൊവ്വയുടെ മുകളിൽ ബുധൻ, ബുധന്റെ മുകളിൽ വ്യാഴമുണ്ടെന്ന്. ഇല്ല, നീ മിണ്ടാതിരിക്കേ. താഴെ എണ്ണ കളഞ്ഞിട്ടുണ്ട്. അതിൽ ചവിട്ടിയിട്ടാണ് നീ ഇപ്പോൾ വീണത്. പക്ഷെ ഈ ഓയിൽ എവിടുന്നായിരിക്കും വന്നത്? ഡോക്ടർ ചക്ക, ഈ ഓയിൽ ആരോ ഈ വിൻഡോയിൽ നിന്നാണ് ഒഴിച്ചിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഇത് 100% ജോൺ ചെയ്ത കാര്യം തന്നെയാണെന്ന് എനിക്കറിയാം. അതുമാത്രമല്ല, ആ ഡോക്ടറും സാധുവും രണ്ടുപേരും ജോൺ തന്നെയായിരുന്നു. ആ ജോൺ തന്നെയാണ് മോട്ടുവിന്റെ മനസ്സിൽ ഒരു ഫിയർ ഫാക്ടർ ഉണ്ടാക്കി കൊടുത്തത്. ചേട്ടാ എന്റെ ചങ്ക, എന്റെ ബ്രോ പത്ലു, വാ നമുക്ക് പോയി ആ ജോണിനെ ഒരു വഴിയാക്കിട്ട് വരാം. ആ ജോണിന് ബുധനും വെള്ളിയും ശനിയും ഒക്കെ കാണിച്ചു കൊടുക്കുന്നതായിരിക്കും. പക്ഷേ പത്ലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? വേഗത്തിൽ എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ, അത് നമുക്ക് കണ്ടുപിടിക്കാം. ആ ഗ്ലൗസ് എവിടെയാ പോയതെന്ന്. മോട്ടു ഒരു വഴിയാകാൻ പോകുന്നു. ബോക്സർ ചേട്ടന് ഗ്ലൗസ് കിട്ടാതെ വരയ്ക്കും മോട്ടുവിനെ ഇട്ട് തല്ലി തകർക്കാൻ പോകുന്നു. വാവ്, എത്ര മനോഹരമായ കവിതയാണ്. കവിതയൊക്കെ വിട്ടു തള്ളടാ. ഇപ്പൊ നമ്മുടെ പ്ലാനിലേക്ക് വാ. പറയൂ, where are the gloves? അതെ ബോസ്, ആ കാട്ടിന് നടുവിൽ വലിയൊരു കുറ്റിക്കാടുണ്ട്. അതിനുള്ളിൽ നമ്മൾ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. അത് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. വാ മോട്ടു, നമുക്ക് നമ്മുടെ ഒരു പ്ലാൻ തന്നെ ഉണ്ടാക്കാം. പത്ലു, വീട്ടിലുണ്ടായിരുന്ന ആ പണമൊക്കെ നീ മര്യാദയ്ക്ക് എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. അല്ല മോട്ടു, എന്റെ കയ്യിൽ നിന്ന് ഒരു തെറ്റ് സംഭവിച്ചു. ഞാൻ വീട്ടിലല്ല വെച്ചത്, കാട്ടിന്റെ നടുക്ക് ഒരു ചെടിയില്ലേ, അവിടെയാണ് ഞാൻ വെച്ചത്. എല്ലാ സ്വർണവും ഞാൻ അതിനകത്ത് വെച്ചിരിക്കുകയാണ്. എനിക്ക് ഇവിടുത്തെ ബാങ്കിന്റെ മേലിൽ ഒരു വിശ്വാസവും ഇല്ലായിരുന്നു. എന്റെ തെറ്റ് തന്നെയാണ്. കമൽപൂരിലെ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഇനി ജോൺ തന്നെ അത് കൊള്ളയടിക്കുമെന്ന് വിചാരിച്ചാണ് ഞാൻ അവിടെ വെക്കാത്തത്. ഇല്ല പത്ലു, ഒരു തെറ്റുമില്ല. നീ ചെയ്തത് വളരെ ശരിയാണ്, വളരെ ശരിയാണ്. ബോക്സർ ചേട്ടാ, നിങ്ങളുടെ ഗ്ലൗസ് ജോൺ ആണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. വെറുതെ മോട്ടുവിന് അടിമേടിച്ചു തരാനാണ്. വിശ്വാസം വരുന്നില്ലെങ്കിൽ നിങ്ങളെ തന്നെ പോയി നോക്കിക്കോ. ആർക്കാണ് ഇത്രയ്ക്ക് ധൈര്യം? വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. വാ പോവാം. തെരയൂ, നന്നായിട്ട് തെരയൂ. ആ സ്വർണം പണം ഒക്കെ എവിടെയാ ഉള്ളത്? നല്ലോണം തെരയടാ. ഇത് ബോക്സർ ചേട്ടന്റെ ഗ്ലൗസ് അല്ലേ? ഇതെന്താ ഇവിടെ? ഇപ്പൊ എന്ത് ചെയ്യാനാ? ഇപ്പൊ കണ്ടോ ബോക്സർ ചേട്ടാ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗ്ലൗസ് എവിടെയായിരിക്കുന്നെന്ന്? ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? എന്ത് പറ്റിയടാ? എന്തിനാ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്നേ? പറയടാ. ഓഹോ, നിങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്നത് കാണുമ്പോൾ എന്റെ പിന്നാലെ ആരോ വന്ന് നിങ്ങൾ അങ്ങനെയാണ് കാണുന്നത്. അതെ, എന്തോ എന്റെ പിന്നിൽ ബോക്സർ ചേട്ടൻ ഉള്ളത് പോലെ. എന്ത് പറ്റി ബോക്സർ ചേട്ടാ? നിങ്ങളുടെ മുഖത്തിലെ കളർ എന്തിനാ മാറുന്നത്? ഒരു വട്ടം ചുവപ്പ്, മറ്റൊരു വശം മഞ്ഞ, മറ്റൊരു വശം പച്ച, മറ്റൊരു വശം നീല. ഇങ്ങനെ എന്തിനാ കളർ മാറിക്കൊണ്ടിരിക്കുന്നത്? ഇങ്ങോട്ട് വാടാ, എനിക്ക് എല്ലാം ഞാൻ മനസ്സിലാക്കി
മനസ്സിലാക്കി തരാം. ഓടിക്കോ. അയ്യോ 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 ബോസ് ചേട്ടാ വേണ്ട, ഞാനിനി ഇങ്ങനെ ചെയ്യില്ല. പിന്നെ മോട്ടോന്റെ കാര്യം ഇങ്ങോട്ട് വാ. പോവില്ല. വേണ്ട, എന്നെ ഇങ്ങനെ പറപ്പിച്ച് തല്ലുകയാണല്ലോ. എന്ത് പറ്റി, എന്ത് പറ്റി? നിന്റെ മുകളിൽ തിങ്കളും, തിങ്കളിന് മുകളിൽ ചൊവ്വയും, ചൊവ്വയ്ക്ക് മുകളിൽ ബുധനും, ബുധന് മുകളിൽ വ്യാഴവുമുണ്ട്. മനസ്സിലായി മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. ഇതൊക്കെ നിങ്ങളുടെ പ്ലാൻ അല്ലേ? ആ ശരിക്കും മനസ്സിലായി. ഇനി എന്റെ ഊഴമാണ്. വാടാ. ചിങ്ങം സാർ, എന്നെ രക്ഷിക്കൂ പ്ലീസ്. ഇവരിങ്ങനെ ഷിഫ്റ്റ് മാറ്റി എന്നെ അടിക്കുകയാണല്ലോ. എന്നെ രക്ഷിക്കണേ, എന്നെ ആരെങ്കിലും രക്ഷിക്കൂ. ചിങ്ങം സാർ, നിങ്ങൾ എന്റെ പിന്നാലെ വന്ന് എന്നെ അറസ്റ്റ് ചെയ്തോ. ഞാൻ ഓടുകയാണേ. Watch India's largest kids library only on Geo Hotstar. Download the app now.